ന്യൂസ് ടെൻസ് മറ്റൊരു വാർത്ത വിശദമായി പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും പ്രേക്ഷകരുമായി പങ്കുവച്ച വാർത്ത തന്നെയാണ്. സംസ്ഥാനത്ത് ഇപ്പോഴും ചൂട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ചൂട് കൂടുന്നതോടുകൂടി ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴ പെയ്തു എങ്കിലും അത് ചൂട് ശമിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നും സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ യെല്ലോ അറിയിപ്പ് തന്നെയാണുള്ളത് എന്നതാണ്, മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്, ജാഗ്രതാ നിർദ്ദേശം ആണ് ഉള്ളത്. നിലവിൽ ഇടുക്കി, വയനാട് എന്നിങ്ങനെ 2 ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ ജില്ലകളിലും തന്നെ അതിശക്തമായ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് തന്നെയാണ്. പാലക്കാട് കഴിഞ്ഞ ദിവസം 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂടെത്തി എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന്. അതോടൊപ്പം തന്നെയാണ് മറ്റു പ്രദേശങ്ങളിൽ അടക്കം, അതായത് മറ്റു ജില്ലകളിലുമൊക്കെ ചൂട് കൂടി തന്നെ നിൽക്കുന്നു എന്നതാണ്. അതേസമയം വേനൽ മഴയിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. 38% കുറവ്, അതായത് കഴിഞ്ഞ വർഷത്തെ വേനൽ മഴയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സമയത്ത് ലഭിക്കേണ്ട വേനൽ മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൾ. കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് ഏതാണ്ട് 38% കുറവ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചുണ്ടാകുന്നു എന്നതാണ്. അതും ഈ ചൂട് കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. അതായത് കൊടും ചൂട് തുടരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, സാധാരണ ഈ മാസങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ 4 ഡിഗ്രി വരെ സെൽഷ്യസ് ഉയർന്ന ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ പരിശോധിച്ചാൽ അതിൽ ഇടുക്കിയും വയനാടും മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ജില്ലകളിലും തന്നെ ഈ കനത്ത ചൂട് തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. സാരംഗ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്കാര്യം വിശദമായി പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ ചൂടിങ്ങനെ കൂടി നിൽക്കുന്നത്? അതായത് സാധാരണ ഒരു ദിവസം ഏതെങ്കിലുമൊക്കെ സമയത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തും, അതിനുശേഷം പിന്നീട് ചൂട് കുറയുകയും അങ്ങനെ ഇതൊരു ബാലൻസ് ചെയ്തു പോകുന്ന സാഹചര്യമാണുള്ളത്. രാത്രികാലങ്ങളിലെങ്കിലും തണുപ്പുണ്ടാകാറുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോഴങ്ങനെയല്ല. രാത്രിയും പുലർച്ചെയുമൊക്കെ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ചൂട് പോലും കണക്കുകളിൽ വലിയ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ആണുള്ളത്. അതായത് കുറഞ്ഞ താപനിലയിലേക്ക് ഒരു ദിവസം ഒരിക്കൽ പോലും എത്തുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും എന്നതാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, കാരണം കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഈ ഒരു വേനലിൻ്റെ കാഠിന്യത്തിലേക്ക് എത്തിയതിന് തൊട്ട് തന്നെ ഈ ഒരു താഴ്ന്നു നിൽക്കുന്ന ചൂട് അത് ഇപ്പോഴും, അതായത് രാവിലെ നേരത്തെ തന്നെ 8 മണിയോടുകൂടി തന്നെ ചൂട് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. കാരണം തുടർന്നു കൊണ്ട് നിൽക്കുകയാണ്. വൈകുന്നേരം ആയിക്കോട്ടെ, വൈകുന്നേരം സന്ധ്യയോട് അടുക്കുമ്പോഴാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു ചൂട് കുറയുന്നത്. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു അന്തരീക്ഷ ആർദ്രത, അതായത് ഹ്യൂമിഡിറ്റി അടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ചൂട് എന്താണോ അനുഭവപ്പെടുന്ന താപനില അതിനേക്കാളും 2-3 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നാണ് നമുക്ക് അനുഭവപ്പെടുക. കാരണം അതിന് ഈ ഒരു ഹ്യൂമിഡിറ്റി അടക്കം കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം ഒരു തീരദേശമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ ചേർന്ന് നിൽക്കുന്ന ജില്ലകളിലടക്കം വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് വയനാട്, ഇടുക്കി അടക്കമുള്ള ജില്ലകൾ മാത്രമാണ്. മറ്റ് ജില്ലകളിലും ഇപ്പോൾ കൊല്ലത്തടക്കം വലിയ 39 ഡിഗ്രി വരെ പോകുന്നു. സാധാരണ പാലക്കാടാണ് 39-40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നു നിൽക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത്. അവിടെ അസഹനീയമായ ചൂടാണ്. അതിനൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപഭോഗം, കഴിഞ്ഞ ദിവസം അടക്കം റെക്കോർഡ് ഉപഭോഗമാണ് പീക്ക് സമയത്ത്. 6033 മെഗാവാട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പീക്ക് സമയത്തുണ്ടായ ഒരു വൈദ്യുതി ഉപഭോഗത്തിന്റെ കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ചൂടിന്റെ കാഠിന്യം എത്രത്തോളമാണെന്ന്. ഇത് KSEBയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഗ്യാസിന്റെ ലഭ്യത കുറവും ഈ ഒരു വൈദ്യുതി ഉപഭോഗത്തിന് കാരണം ആയിട്ടുണ്ട്, കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ, അതായത് ഉയർന്ന നിരക്കിലുള്ള വൈദ്യുതി പുറമേ നിന്നും വാങ്ങാനുള്ളൊരു നീക്കം KSEBയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഒരു മെയ് മാസം തുടക്കത്തോട് മാത്രമാണ് ഒരു വേനൽ മഴയുടെ ഒരു സാധ്യത പോലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മാത്രമല്ല ഒരു മേഘങ്ങളുടെ സാധ്യത, അതായത് മേഘങ്ങളുടെ ഒരു കുറവ് സംസ്ഥാനത്തിന് മുകളിൽ വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിന് കാഠിന്യം കൂടാനും സാധ്യതയുണ്ട്. വേനൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴും നേരിയ രീതിയിൽ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത പറഞ്ഞില്ലെങ്കിലും പക്ഷേ അത് കാര്യമായി കേരളത്തിന് ലഭിച്ചിട്ടുമില്ല. എന്ന് തന്നെയായാലും ഒരു മെയ് മാസം പകുതി വരെയെങ്കിലും ഈ ചൂട് നീണ്ടു നിൽക്കാനാണ് സാധ്യത. അതിനിടയിൽ വേനൽ മഴയുടെ ഒരു വരവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചൂടിന് ഒരു ആശ്വാസം
ഉണ്ടാകൂ. അത് ഈ ഒരു പ്രശ്നം, അതായത് ഒരു 11 മണി തൊട്ട് 10 മണി 11 മണി തൊട്ട് 2 മണി 3 മണി വരെയെങ്കിലും നേരിട്ടുള്ള വെയിൽ ഏൽക്കാതിരിക്കാനടക്കം ശ്രദ്ധിക്കണമെന്ന് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെയും ദുരന്ത നിവാരണ സമിതിയുടെ അടക്കം നിർദ്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആശുപത്രിയുടെ അടക്കം ഹീറ്റ് ക്ലിനിക്കുകളും മറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. സൂര്യാഘാതം അടക്കമുള്ള കാര്യങ്ങൾ പാലക്കാട് പോലുള്ള ജില്ലകളിൽ ഈ മാസങ്ങളിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത് മരണത്തിലേക്കടക്കം വലിയ രീതിയിലുള്ള ദുരന്തങ്ങളിലേക്കടക്കം എത്താതിരിക്കാൻ ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ സമിതി അടക്കം കൃത്യമായി നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഭിലാഷ്, യെസ്, തീർച്ചയായും സാർക്ക് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പല സ്ഥലങ്ങളിലും ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ വരുന്നത് മുന്നറിയിപ്പില്ലാതെ പലപ്പോഴും കറണ്ട് പോകുന്നുണ്ട്, ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട്, KSEB അടക്കം ബന്ധപ്പെടുമ്പോഴൊന്നും അതിന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ മുന്നറിയിപ്പില്ലാത്തൊരു പവർ കട്ടിൻ്റെയോ ലോഡ് ഷെഡിങ്ങിൻ്റെയോ ഒക്കെ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ നിലവിൽ നമുക്കറിയാം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നത്. നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് താഴുന്നത് വൈദ്യുതോൽപാദനത്തെ അടക്കം ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം, ഈ നദികൾ വറ്റിവരണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ഈ സർക്കാർ, നമുക്കറിയാമല്ലോ, ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങളിലൊന്നായി സൂചിപ്പിക്കുന്നത് തന്നെ പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്നൊക്കെ പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് അതെന്ത് എന്നറിയില്ല. കഴിഞ്ഞ 10 വർഷമായി അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ അവസാന കാലഘട്ടത്തിൽ സർക്കാരിന്, ഈ പുതിയ സർക്കാർ ഏത് എന്നറിയേണ്ടതുണ്ട്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടം അവസാനിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ആര് അധികാരത്തിലേറും എന്നത് മെയ് 4-ന് ശേഷമേ അറിയൂ. അപ്പോൾ അതിനിടെ കഴിയുന്നത്ര അങ്ങനെയൊരു സാഹചര്യം, ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാതെ തന്നെ കാലയളവ് പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, കാരണം 2 പിണറായി സർക്കാരുകളുടെയും വലിയ രീതിയിലുള്ള നേട്ടമായിരുന്നു ഈ ഒരു ലോഡ് ഷെഡിംഗ് ഇല്ലാത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത്. അത് തുടരാൻ, അതായത് ഒരു സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നവരെയെങ്കിലും ആ ഒരു നേട്ടം തുടരാനുള്ളൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നതിൽ നമുക്ക് വ്യക്തത കുറവുണ്ട്. കാരണം വലിയ രീതിയിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പീക്ക് സമയങ്ങളിൽ 6033 മെഗാവാട്ടാണ് കഴിഞ്ഞ ദിവസം മാത്രം ഉപയോഗപ്പെടുത്തിയത്. അത് ഒരു KSEBയുടെ ഒരു പരമാവധി പരിധി എന്ന് പറയുന്നത് 6300 മെഗാവാട്ട് വരെയാണ് പീക്ക് സമയങ്ങളിൽ ഇത് സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു പരിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി അടക്കം അവലോകനം ചെയ്യുന്നത്. നിലവിൽ പവർ ഗ്രിഡിൽ നിന്നും വൈദ്യുതി താൽക്കാലികമായി കൂടുതൽ വാങ്ങുന്നതിൽ അതിനൊരു വെല്ലുവിളിയുണ്ട്. കാരണം അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കൂടിയ നിരക്കിൽ പുറമേ നിന്നും വൈദ്യുതി വാങ്ങാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. പക്ഷേ അതിനടക്കം ഈ ഒരു മറ്റ് സമിതികളുടെ അടക്കം കൃത്യമായ അനുമതി വേണം. അങ്ങനെ ഒരു ചർച്ച 22-ാം തീയതി നടക്കും. അതിനുശേഷമായിരിക്കും അതിലൊരു തീരുമാനമുണ്ടാകുക. പ്രധാനമായും പറയുന്നത് ഈ 2 വിഷയങ്ങളാണ്. കാരണം രാത്രി സമയങ്ങളിൽ, പീക്ക് സമയങ്ങളിൽ വലിയ രീതിയിൽ ഉപഭോഗം കൂടുന്നു. അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ഓരോ മേഖലകളിലും ഒരു പരമാവധി ശേഷിയുണ്ട്. അതിനപ്പുറത്തേക്ക് വൈദ്യുതി ഉപഭോഗം വരുമ്പോൾ KSEBയുടെ ഭാഗത്തു നിന്ന് ഡ്രിപ്പ് ആകുന്നു. അത് പിന്നീട് മറികടക്കാനുള്ള സമയം, ആ സമയമാണ് ഈ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിങ്ങായി മാറുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു വൈദ്യുതി മന്ത്രി അടക്കം നൽകിയ വിശദീകരണം. പക്ഷേ അങ്ങനെയല്ല, പല രീതിയിലും പല മേഖലകളിൽ നിന്നും വ്യാപകമായിട്ടുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നത് ജനങ്ങളടക്കം പരാതി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും KSEB പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ എന്തു തന്നെയായാലും ഈ ഒരു ഓരോ ദിവസവും KSEBയുടെ പ്രതിദിന ഈ ഒരു വൈദ്യുതി ഉപഭോഗത്തിൻ്റെ റെക്കോർഡ് ഓരോ ദിവസവും കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഉപഭോഗം നമുക്കറിയാം. വീടുകളിലെല്ലാം ഇപ്പോൾ AC ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അതിനൊപ്പം തന്നെ ഗ്യാസ് ലഭ്യത വലിയ രീതിയിൽ കുറഞ്ഞതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് അടക്കം മാറിയത് അതും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും KSEBക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ചർച്ചയാണ് 22-ാം തീയതി നടക്കുന്നത്. അതിനുശേഷമായിരിക്കും പുറമേ നിന്നും കൂടിയ നിരക്കിൽ ഈ ഒരു വൈദ്യുതി വാങ്ങുന്ന ഒരു നീക്കം ഉണ്ടാവുക. അപ്പോഴും വൈദ്യുതി നിരക്ക് കൂട്ടുമോ എന്ന കാര്യം വ്യക്തമല്ല. അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാകുമോ എന്ന കാര്യവും വ്യക്തമല്ല. എന്ത് തന്നെയായാലും ഒരു പ്രതിസന്ധി ജനങ്ങളെ പരമാവധി സഹായിച്ചുകൊണ്ട് മറികടക്കുക എന്നതായിരിക്കും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നീക്കം. അഭിലാഷ്, യെസ്, വേനൽ മഴയുടെ ലഭ്യതയിൽ കുറവുണ്ടാകുന്നു. ചൂട് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ ജലാശയങ്ങൾ വറ്റിവരളുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത് മഴക്കാലമുണ്ട് എന്നതിൻ്റെ ഒരു പ്രതീക്ഷയിൽ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ പോലും ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ കഴിയുന്നത്ര ചൂടിൽ നിന്ന് മാറി നിൽക്കുക എന്നത് തന്നെയാണ്. സൂര്യാതപം ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ് എന്നാണ്
ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ തന്നെ അത്തരം ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പൊടിശല്യം രൂക്ഷമാകുന്ന സാഹചര്യമാണ്. അലർജി പ്രശ്നങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനെയുള്ള നിരവധിയായ പ്രതിസന്ധികൾ ഉണ്ട് എന്നാണ് ആരോഗ്യ മേഖലയിൽ ഉള്ളവർ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് വൈദ്യുതി ഉൽപ്പാദനത്തിൽ അടക്കം നമുക്ക് വന്നിട്ടുള്ള കുറവ്. അത് അങ്ങേയറ്റം ഗൗരവതരമായി തന്നെ പരിഗണിക്കേണ്ട ഒന്നാണ്. വൈദ്യുതി കഴിയുന്നത്ര പാഴാക്കാതിരിക്കാൻ ആണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ഈ ഘട്ടങ്ങളിൽ രാത്രി സമയങ്ങളിൽ അടക്കം അനാവശ്യമായി ബൾബുകളും മറ്റുമൊക്കെ ഓണാക്കിയിടുന്നത് ഒഴിവാക്കുക എന്നത് തന്നെയാണ്. ഇപ്പോൾ AC-യും ഫാനും ഒന്നുമില്ലാതെ ഒരു ശരാശരി മലയാളിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ മറ്റേതൊക്കെ തരത്തിൽ നമുക്ക് വൈദ്യുതി ലാഭിക്കാമോ അല്ലെങ്കിൽ പാഴ്ചെലവ് ഒഴിവാക്കാമോ അതെല്ലാം തന്നെ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. മാത്രമല്ല ഈ കർഷകർക്കും വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാർഷിക വിളകൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷീര കർഷകരും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. പ്രത്യേകിച്ച് കന്നുകാലികൾക്ക് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. കടുത്ത വെയിൽ ഉള്ള സമയങ്ങളിൽ കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നത് ഒഴിവാക്കണം. അവയുടെ ജീവന് തന്നെ ഇത് ഭീഷണിയായേക്കാം എന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ഒരു കാരണവശാലും കന്നുകാലികളെ വെയിലത്ത് മേയാൻ വിടരുത്. ശുദ്ധജലം ഇവയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നത് ഉറപ്പാക്കണം. വളർത്തുമൃഗങ്ങളുടെ ജീവന പ്രാധാന്യം നൽകണമെന്നും അശ്രദ്ധ കാണിക്കുന്നവർക്കെതിരെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനുള്ള നിയമപ്രകാരം നടപടികൾ ഉണ്ടാകും എന്നുമാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷീര കർഷകർ ഉൾപ്പെടെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു വിഷയം എന്നത് ഈ ഉയർന്ന താപനില കണക്കിലെടുത്തുകൊണ്ട് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫിസിക്കൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ആണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. താപനില 37 ഡിഗ്രി സെൽഷ്യസിലോ അതിൽ താഴെയോ 2 തുടർച്ചയായ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ ഉത്തരവ് പിൻവലിക്കുകയുള്ളൂ എന്നുകൂടിയാണ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 24 മണിക്കൂറിനകം ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറണം എന്ന് നിർദ്ദേശമുണ്ട്. ഉത്തരവിന്റെ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കാം. 1077 എന്ന നമ്പറിലേക്കാണ് ഇത്തരം പരാതികൾ അറിയിക്കേണ്ടത് എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം അവധിക്കാലമാണ്, കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ട്. ജലാശയങ്ങളിലൊക്കെ പോയി വലിയ അപകടമുണ്ടാകുന്നത് നമ്മൾ ഇതിനോടകം തന്നെ പലപ്പോഴായി വാർത്തയായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള ഒന്നാണ് ഇപ്പോൾ ഈ സൂര്യാതപം ഏൽക്കുക. കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ മണിക്കൂറുകളോളം കളിക്കുന്ന സമയമുണ്ടെങ്കിൽ അവർക്ക് ഈ സമയം, അതായത് ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയമൊക്കെ ഒഴിവാക്കുക. രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ മാത്രം കുട്ടികളെ പുറത്ത് കളിക്കാൻ അനുവദിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.